ഹായ് ഫ്രണ്ട്സ്. ദേഷ്യം കൂടുതലുള്ള ആൾക്കാരെ, ക്ഷിപ്രകോപികളായിട്ടുള്ള ആൾക്കാരെ ദുർവാസാവ് സ്വഭാവം എന്ന് വിളിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുർവാസാവ് മഹർഷി വളരെ ജ്ഞാനിയായിരുന്നു. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഹങ്കാരം. അതുകൊണ്ട് അദ്ദേഹം അംബരീഷ് മഹാരാജാവ് തൻ്റെ ഉപവാസം വെടിയാനായിട്ട് ഒരു കഷ്ണം തുളസി ദളം കഴിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ശപിക്കാനായിട്ട് ഒരുങ്ങി. ആ സമയത്ത് വളരെ വിഷ്ണു ഭക്തനായിട്ടുള്ള അംബരീഷ് മഹാരാജാവ് മഹാവിഷ്ണുവിനെ അഭയം തേടി. അപ്പോൾ മഹാവിഷ്ണുവിനെ ആ കോപത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താനായിട്ട് ദുർവാസാവ് മഹർഷിക്ക് വിഷ്ണുവിനെ അഭയം തേടേണ്ടതായിട്ട് വന്നു. അതുപോലെയാണ് ദേഷ്യമുള്ള ആൾക്കാർ നമ്മൾ ആ സമയത്തുള്ള അഹങ്കാരം കൊണ്ട് ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് താൻ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാവുകയാണ് ചെയ്യുന്നത്. എത്ര ജ്ഞാനിയായാലും താഴ്ന്ന നിരത്തെ നീരോടുള്ളൂ എന്നാണ് പണ്ടത്തെ കാരണവന്മാർ പറയാം. എളിമയുള്ളവനെ ഉയർച്ചയുണ്ടാവുള്ളൂ, ദൈവകൃപയുണ്ടാവുള്ളൂ, ആത്മശക്തിയും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിനയാന്വിതരായി ജീവിക്കാനായിട്ട്, ദൈവം തന്ന കഴിവുകളെ ഓർത്ത് നന്ദി പറയാനായിട്ട്, ഞാൻ വലിയ ആളാണെന്നുള്ള ഭാവം വിടാനായിട്ട് എല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. നന്ദി.